ഞാൻ ഒന്നുകൂടി പറയട്ടോ, അതെന്താണെന്ന് വെച്ചാൽ ആദം നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശ്രിക്കുകളും മുഅ്മിനുകളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ട്, പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളിലെ അവർ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാവരുടെ കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ചാൽ സമസ്തയുടെ കുഫർ കനതുവും. ഇവരുടെ എല്ലാവരുടെ കുഫറും അതിൻ്റെ താഴെയാണ്, ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. ആയിരക്കണക്കിന് തെളിവുകൾ വെച്ച് എനിക്കത് നിരത്താൻ പറ്റും. അത് മാത്രം ഒരു വിഷയമാക്കിയാൽ ആയിരക്കണക്കിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് എനിക്കത് സ്ഥാപിക്കാൻ കഴിയും. അതായത് ഫിറൗൻ ഇവരെക്കാൾ മെച്ചമായിരുന്നു, അബൂജഹൽ ഇവരെക്കാൾ മെച്ചമായിരുന്നു. എന്നാൽ അവർക്ക് പോലും സ്വർഗ്ഗത്ത് പോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ അവരെ താഴെയുള്ളവർക്ക് സ്വർഗ്ഗത്ത് പോകാൻ കഴിയോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മിസ്റ്റർ ബാലുശ്ശേരി, എന്താണ് നിങ്ങൾ പറയുന്നത്? ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എംപ്റ്റി വെസൽസ് മേക്ക് സൗണ്ട്. ഒഴിഞ്ഞ പാത്രങ്ങൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇത് സംഭവം അത് തന്നെയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശതാബ്ദി സന്ദേശയാത്ര, അതിലൂടെയുള്ള ജനങ്ങളുടെ സ്വീകാര്യതയും ജനക്കൂട്ടവും കണ്ട് വിരളി പിടിച്ച് ബാലുശ്ശേരി അമ്മാവന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കുറെ തള്ളു കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു തള്ള് ആദ്യമായിട്ട് കേൾക്കാം. എന്തോ ഒരു അളക്കാണ് ഈ അളക്കിയിട്ടുള്ളത്. ആനക്ക് മതളകിയാൽ ചെങ്ങലക്കിടാം, ചെങ്ങലക്ക് മതളകി എന്തെങ്കിലും കാട്ടാൻ പറ്റുമോ? കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ് മൈക്ക് കിട്ടിയിട്ട് എന്തൊക്കെയോ പറയണം. ഈ ബാലുശ്ശേരിക്കാക്ക പണ്ട് മൂസാ നബിനെ പറഞ്ഞത് പോയി ഓർമ്മയുണ്ട്. മൂസാ നബി അല്ല, മൂസാക്കയാണ്. അപ്പൊ മൂസാ നബിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ സമസ്തനെ പറയുന്നില്ല, അത്ഭുതമല്ലല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. സമസ്ത അതിന്റെ ജൈത്ര യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 2026 ഫെബ്രുവരി 4 മുതൽ 8 കൂടിയ തീയതികളിൽ പുണിയയുടെ മണ്ണിൽ സമസ്ത ചരിത്രം തീർക്കുകയാണ്.